ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് വേദുവിൻ്റെ സ്നാക്ക് ബോക്സ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പതിവിലും കുറച്ച് നേരത്തെ എണീച്ചതിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ വേദുവിന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ബ്രെഡ് ടോസ്റ്റ്, സം സ്റ്റഫ് ചീസ് അങ്ങനെയൊക്കെ പറയും. എന്തോ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചീസും കൂടി വെക്കുക, അത്രയുള്ളൂ ഗൈസ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേ വേഗം കുറച്ച് ബട്ടർ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. തന്നെ അതിങ്ങനെ ഒന്ന് എൻ്റെ കൈ വെച്ച് തന്നെ ഞാൻ മറിച്ചിടണം. എൻ്റെ കൈ പൊള്ളൂല്ലേ, എന്താണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പൊള്ളും ചെയ്യും. പിന്നെ ഞാൻ ചീസ് ഇതേ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഞാൻ കയ്യിൽ ചട്ടുകം എടുത്തു. ഇനി കൈ കൊണ്ട് കളിച്ച പണിയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇതേ വേഗം ഞാൻ ചട്ടുകം എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം അമർത്തി കൊടുത്താലാണ് ആ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നല്ല രീതിക്ക് ഞാൻ അത് അമർത്തുന്നുണ്ട്. എൻ്റെ ഫേസ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നുമില്ല. നല്ല പണിയാണ് ഗൈസ്. ഇത് കുറച്ച് നേരം പുറത്തൊക്കെ വെച്ചിട്ട് എടുക്കായിരിക്കും നല്ലത്. ഞാൻ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചധികം നേരം ഞാൻ ഇങ്ങനെ ആക്കേണ്ടി വന്നു, അമർത്തിയൊക്കെ ആക്കേണ്ടി വന്നു. ദെൻ ഇതാ ഞാൻ ഈ ചട്ടകം വെച്ച് തന്നെ ഞാൻ ഇത് കട്ട് ചെയ്യണം. അതല്ലാതെ എൻ്റെ കയ്യിൽ ഇത് കട്ട് ചെയ്യാൻ മാത്രമുള്ളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതേ അതിങ്ങനെ ആക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നൂല് പോലെയൊക്കെ വരും. പക്ഷെ അങ്ങനെയൊന്നും വരില്ല ഗൈസ്. ഒരു ഇച്ചിരി ചീസും വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പിന്നെ നൂല് പോലെയൊക്കെ വരില്ല. പിന്നെ ഇത് നോർമൽ സ്ലൈസ്ഡ് ചീസ് അങ്ങനെ എന്താണ്, മറ്റേ മൊസറല്ലൊക്കെ വേണം തോന്നുന്നു, അങ്ങനെ നൂല് പോലെയൊക്കെ ആവണമെങ്കിൽ. എന്നിട്ട് ഇതാ വേദുവിൻ്റെ പാത്രം എടുത്തു. അതിലേക്ക് ഇത് മാത്രമാക്കിയാൽ അവൻ കഴിച്ചില്ലെങ്കിലോ വേറെ എന്തെങ്കിലും ആക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റോബസ്റ്റ് പഴം കൂടി ആക്കാമെന്ന്. ഇത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കളറ് ഇതാവുമോ എന്നുള്ളൊരു പേടിക്ക് ഞാനിത് അങ്ങനെ തന്നെയാണ് വെച്ചേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് അങ്ങനെ കട്ട് ചെയ്തു. ആ ബോക്സിൽ ആദ്യം കൊള്ളൂല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അത് കൊള്ളിച്ചു ഗൈസ്. ആദ്യം 2 പീസാക്കിയെങ്കിലും പിന്നെ ഞാൻ ബ്രെഡിനെ 4 പീസാക്കി. ആ സൈഡിൽ വെക്കാൻ ഗ്യാപ്പ് വളരെ ചെറുതായിരുന്നു. സോ ഞാനതിനെ വീണ്ടും കട്ട് ചെയ്തു. എന്നിട്ട് ആ ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു. അവൻ കഴിക്കും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇതാക്കിയത്. അവൻ കഴിച്ചു കേട്ടോ, അവന് ഇഷ്ടമായി. പിന്നെ ബനാന റോബസ്റ്റ് പിന്നെ അവന് എപ്പോഴും ഓൾ ടൈം അവൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വേദുവിൻ്റെ സ്നാക്ക് ബോക്സ് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു സ്നാക്ക് ബോക്സ് വീഡിയോ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.